ഈ കാലഘട്ടത്തിൽ അധികരിച്ച ഒരു ഫിത്നയിൽപ്പെട്ടതാണ് സംഗീതവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഗൗരവമുള്ള വിഷയമാണ് സംഗീതം. സംഗീതത്തെക്കുറിച്ച് നമ്മൾ ആളുകൾക്ക് കായനിപ്പം എന്താ കുഴപ്പം എന്നാണ്. എന്റെ സമുദായത്തിൽ ചില ആളുകൾ വരും, അവർ വ്യഭിചാരത്തെ ഹലാലായി കാണും, പട്ടുവസ്ത്രത്തെ ഹലാലായി കാണും, മദ്യത്തെ ഹലാലായി കാണും, അതുപോലെ തന്നെ സംഗീതത്തെയും. മദ്യവും പട്ടുമൊക്കെ ഹറാമാന്നുള്ളതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? അതിനോട് ചേർത്ത സംഗീതത്തെ പറഞ്ഞത് അത് ചെറിയൊരു കറാഹത്തല്ല, ഹറാം തന്നെയാണ്, വ്യക്തമായും ഹറാമാണ്. അപ്പൊ ശറഹിൽ ഹറാമാണ്, എന്നിട്ട് ഇവർ ഹലാലായി കാണാൻ യസ്തഹില്ലൂന എന്ന് പറഞ്ഞത്. ഈ സംഗീതത്തിന്റെ ഫിത്ന വളരെ അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. തൗഹീദുള്ള 5 നേരം നിസ്കരിക്കുന്ന ആളുകൾ തന്നെ ഈ കടുത്ത ഹറാമായ കാര്യത്തിന് സമ്മതം മൂടുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മളെ ഇഷ്ടപ്പെടുന്ന പാർട്ടി, നമ്മളെ ഗ്രൂപ്പ്, അവരങ്ങനെ ചെയ്തുകൊണ്ടത് തെറ്റില്ല. അതിൻ്റെ കൂടെ സഹോദരങ്ങൾ, നമ്മൾ കൂടികളാകരുത്. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ലാ തകൂനു ഇമ്മഅതൻ, കൂടികളാകരുത് നിങ്ങൾ. ഇന്ന അഹ്സനന്നാസു അഹ്സനു വ ഇന്ന അസാഉ ഫഅസാഉ. ജനങ്ങൾ നല്ലത് ചെയ്താൽ അവരെ കൂടെ ഉണ്ടാകും, ജനങ്ങൾ തിന്മകൾ ചെയ്താലോ അവരെ കൂടെ ഉണ്ടാകും. നമ്മുടെ ആളുകൾ അവരെന്ത് ചെയ്താലും കുഴപ്പമില്ല, അവർ തെറ്റ് ചെയ്താൽ തെറ്റിൻ്റെ ഒപ്പം ഞങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ കൂടികളാകേണ്ട ആളുകളെല്ലാം മുസ്ലിമീങ്ങൾ നിലവാരമുള്ള ആളുകളാകണം. അവർക്ക് നിലവാരവും അവരുടേതായ നിലപാടുകളും ഉണ്ടാകണം. നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ യോജിക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഏതെങ്കിലും ഹറാമ ഹലാലാക്കിയാൽ ആ ദീനിൻ്റെ നിയമം മാറ്റിവെച്ച് അതിനെ സ്വീകരിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഭൂരിഭാഗം ആളുകൾ അവരെങ്ങനെ പോകുന്നത് അതുപോലെ പോകുക, ഫിത്നയോടൊപ്പം സഞ്ചരിക്കുക എന്നുള്ളത് നമുക്ക് പാടില്ല. കാരണം ധാരാളം ആളുകൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കി നമ്മൾ നിലപാടുകൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വഴിപിഴച്ചു പോകും. വൈൻ തുതി അക്സറ മൻ ഫിൽ അർളി യുളില്ലുക അൻ സബീലില്ലാ. ഭൂമിയിലുള്ള ധാരാളം ആളുകൾ എങ്ങനെ ചെയ്യുന്നത് എന്ന് നീ നോക്കി അവരെ പിൻപറ്റിയാൽ അവർ നിങ്ങളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് വഴിപിഴപ്പിച്ചു കളയും. വകസീറും മിൻഹും ഫാസിഖൂൻ. ജനങ്ങളിൽ ധാരാളം ആളുകളും തെമ്മാടികളാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭൂരിപക്ഷം നോക്കി അവരെന്ത് ചെയ്യുന്നു അതുപോലൊക്കെ ചെയ്യുക. നമുക്കിഷ്ടമുള്ള പാർട്ടിക്കാർ, നമുക്കിഷ്ടമുള്ള ഗ്രൂപ്പുകൾ അവരെന്ത് ചെയ്താലും അതിനൊക്കെ സമ്മതമുള്ള അതിനോടൊപ്പം സഞ്ചരിക്കുക നമുക്ക് പാടില്ല. ഹറാമുകൾ എപ്പോഴും ഹറാമ് തന്നെയാണ്. ഹറാമുകൾ ആരെല്ലാം അത് ചെയ്താലും ഏതൊക്കെ സന്ദർഭത്തിൽ അത് അനുവദിച്ചാലും ഹറാമുകൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഹറാമാണ്. ആര് ചെയ്താലും അത് ഹറാമാണ്. അത് ഏതെങ്കിലും പ്രത്യേക സന്ദർഭത്തിൽ അത് ചെയ്താൽ, ഏതെങ്കിലും പ്രത്യേക ആളുകൾ അത് ചെയ്താൽ അതിനോട് രമ്യതപ്പെടാൻ നമുക്ക് പാടില്ല. അത് നമ്മുടെ നിലപാടല്ല. നമ്മൾ മുഅ്മിനീങ്ങളാണ്. ഫിത്നയിൽ പെട്ടുപോകാതെ നമ്മൾ സ്വയം സംരക്ഷിക്കേണ്ട ആളുകളാണ് നമ്മൾ. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം.